എല്ലാവർക്കും നമസ്കാരം. ഏവർക്കും ലൈം ലൈറ്റിലേക്ക് സ്വാഗതം. നിങ്ങളോടൊപ്പം ഉള്ളത് ഞാൻ ആർജി സൗമ്യ റിതേഷ്. ഇന്ന് എന്നോടൊപ്പം ഒരു വിശിഷ്ട അതിഥി കൂടി ജോയിൻ ചെയ്യുന്നുണ്ട്. നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ സംഗീത സംവിധായകൻ ശ്രീ എം ജയചന്ദ്രൻ. നമസ്കാരം സർ, ലൈം ലൈറ്റിലേക്ക് സ്വാഗതം. നമസ്കാരം. സാറിന് ഒരു പ്രത്യേക ഇൻട്രൊഡക്ഷന്റെ ആവശ്യമില്ല, കാരണം മലയാളിക്ക് ഏറെ പ്രിയങ്കരനായ സംഗീത സംവിധായകനാണ് ശ്രീ എം ജയചന്ദ്രൻ. സർ, ഓണം ആയതുകൊണ്ട് തന്നെ നമുക്കൊരു നല്ല ഓണപ്പാട്ട് സാറിന്റെ മനസ്സിൽ എന്താണ് വരുന്നത്? പെട്ടെന്ന് ഒരു ഓണപ്പാട്ട് പറഞ്ഞാൽ ഏത് പാട്ടായിരിക്കും സാർ പാടുക? ഞാൻ കൊച്ചിലെ ആദ്യമായിട്ട് കേട്ട ഓണപ്പാട്ട് എന്റെ മനസ്സിൽ എപ്പോഴുണ്ട്. അത് ഓണക്കോടി ഉടുത്തു മാനം മേഘ കസവാലെ എന്ന് പറഞ്ഞിട്ട് പഴയ HMVയുടെ ഒരു പാട്ടാണ്. അപ്പൊ അത് ലളിതഗാനങ്ങൾ എന്ന് പറഞ്ഞിട്ട് ആ കാലത്ത് ഇറങ്ങിയ ഒരു പഴയകാല റെക്കോർഡാണ്. അത് പല RPM പ്ലേ ചെയ്യുന്ന റെക്കോർഡ്സ് ഉണ്ടല്ലോ പഴയത്. അപ്പൊ അതാണ്. അപ്പൊ അതില് ശ്രീകുമാരൻ നമ്പി സാർ എഴുതിയിട്ട് ദക്ഷിണാമൂർത്തി സ്വാമി സംഗീതം ചെയ്തിട്ട് യേശുദാസ് സാറിന്റെ പഴയ വിന്റേജ് ശബ്ദം നമുക്കിപ്പോഴും കേൾക്കാം. ഇപ്പോഴും നമുക്ക് യൂട്യൂബിൽ ഈ പാട്ട് കേൾക്കാവുന്നതാണ്. അത് വളരെ ബ്യൂട്ടിഫുൾ ഒരു ഓണപ്പാട്ടായിട്ട് തോന്നി. അങ്ങനെയാണ് ഈ ഓണം മനസ്സിലേക്ക് കയറുന്നത്. അമ്മയുടെ പാൽപ്പായസം എന്നുള്ളതുപോലെ ഈ പാട്ടും എന്നെ ഓണം എപ്പോഴും ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ആ പാട്ടിലേക്ക് ഓണം എന്നെ ഓർമ്മിപ്പിച്ചെടുക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഓഫ് കോഴ്സ് തരങ്ങണിയുടെ ഉത്രാട പൂനിലാവേവ എന്നുള്ള രവീന്ദ്ര മാസ്റ്ററുടെ പാട്ട്, അതും ശ്രീകുമാരൻ നമ്പി സാറാണ് എഴുതിയിരിക്കുന്നത്. അത് മറക്കാൻ പറ്റാത്ത അനുഭവമാണ്. പിന്നെ കാലാന്തരത്തിൽ ഞാൻ തരങ്ങണിക്ക് വേണ്ടിയിട്ട് തന്നെ ഓണപ്പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. അതിൽ കുടമുളുടെ കാവിലെ മുടിയഴകി എന്ന് പറഞ്ഞൊരു പാട്ട് വളരെയധികം ശ്രദ്ധേയമായിരുന്നു. അത് യേശുദാസ് സാറ് പാടിയത്. ഗിരീഷേട്ടനാണ് ലിറിക്ക് എഴുതിയത്. അപ്പൊ ഓണപ്പാട്ടുകൾ എല്ലാ സമയത്തും എനിക്ക് വളരെ ഹൃദയത്തോട് ചേർന്നതാണ്. ഓണം എന്ന പോലെ തന്നെ ഓണസദ്യ എന്ന പോലെ തന്നെ. സാറിന്റെ ശബ്ദത്തില് ആ പാട്ട് ഏതെങ്കിലും ഒരു ഓണപ്പാട്ട് പാടാൻ പറ്റുമോ നമ്മുടെ ശ്രോതാക്കൾക്കായി? ഓണക്കോടിയുടുത്തു മാനം മേഘ കസവാലേ വെൺമേഘ കസവാലേ. ഇതാണ് ഞാൻ പറഞ്ഞ പാട്ട്. സാർ, ഒരു ഗായകനിൽ നിന്ന് തുടങ്ങി സംഗീത സംവിധാനത്തിൽ എത്തി നിൽക്കുന്നു. 3 പതിറ്റാണ്ടിലേറെയായി മലയാള സിനിമ സംഗീത രംഗത്ത് നിലയുറപ്പിച്ചു നിൽക്കുകയാണ്. ആ ഗായകനിൽ നിന്ന് ഇങ്ങോട്ടുള്ള യാത്ര എങ്ങനെയാണ് നോക്കി കാണുന്നത്? ഒരു അറ്റ് എ സർട്ടൻ പോയിന്റ് ഓഫ് ടൈം ഞാൻ മനസ്സിലാക്കി, അതായത് എന്താണ് ഒരു പ്ലേ ബാക്ക് സിംഗറിന്റെ ലിമിറ്റേഷൻ എന്നുള്ളത്. പ്ലേ ബാക്ക് സിംഗർ എപ്പോഴും സംഗീത സംവിധായകൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു കൂട്ടിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ പ്രവർത്തിക്കണം. അതിന്റെ വെളിയിൽ പോകാനായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം ഇല്ല. കാരണം അത് എല്ലാ പ്രൊപ്പോർഷൻസും സെറ്റാണ്. അപ്പൊ അതിൽ നമ്മുടെ ശബ്ദം കൊടുക്കുക, ആ ശബ്ദത്തിലൂടെ ഒരു സോൾ കൊടുക്കുക എന്നുള്ളതാണ്. ചെറിയ ചെറിയ ഇംപ്രൊവൈസേഷൻസ് മാത്രമേ പറ്റുള്ളൂ. പക്ഷെ ഒരു കമ്പോസർ എന്ന് പറയുമ്പോഴത്തേക്കും അയാള് ഒരു പുതിയത് ഇതുവരെ കേൾക്കാത്ത ഒരു കാര്യമാണ് അയാൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ അത് ഭയങ്കര സിന്റിലേറ്റിംഗ് ആയിട്ട് തോന്നി എനിക്ക്. വളരെയധികം അങ്ങനെ എന്റെ ഗുരുനാഥൻ MB ശ്രീനിവാസൻ സാർ, അതുപോലെ ദേവരായ മാസ്റ്റർ, എന്റെ വേറൊരു ഗുരുനാഥൻ പെരുമ്പാവൂർ G രവീന്ദ്രനാഥ് സാർ, ഇവരൊക്കെ ചെയ്യുന്ന പാട്ടുകളൊക്കെ കേൾക്കുമ്പോഴത്തേക്കും എനിക്ക് അങ്ങനെ തോന്നി. അത് ഭയങ്കര ഓരോ മൊമെന്റ് ഓഫ് ക്രിയേഷൻ എന്ന് പറയുന്നതും ഓരോ ഗൂസ് ബംപ് മൊമെന്റ് പോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ അതിലായിരിക്കണം, എന്റെ വഴി അതാണ്, പ്ലേ ബാക്ക് സിംഗിങ് അല്ല എന്ന് തിരിച്ചറിഞ്ഞു. അപ്പൊ അങ്ങനെയാണ് ഞാൻ മ്യൂസിക് കോമ്പോസിഷനിലോട്ട് വരുന്നത്. അതിന്റെ ഒരു ത്രില്ല് കൊണ്ടാണ് വരുന്നത്. ത്രിൽ വേറെ ഒന്നും ആലോചിച്ചില്ല. ഇത് പ്രൊഫഷൻ ആക്കണമെന്നോ അല്ലെങ്കിൽ ഇതായിരിക്കും ഭാവിയിൽ എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നോ ഒന്നും ആലോചിച്ചില്ല. മ്യൂസിക് കമ്പോസ് ചെയ്യണം. പിന്നെ ഓഫ്കോഴ്സ് ഞാൻ കൊച്ചുകുട്ടി കാലത്തോട്ട് തന്നെ സിനിമയുടെ ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോറിനെ പറ്റി ഭയങ്കര അധികം ശ്രദ്ധിക്കുന്ന ആളായിരുന്നു. അപ്പൊ പഴയ കാലത്തെ സിനിമകൾ തൊട്ട് പുതിയ കാലങ്ങളിലെ സിനിമകൾ, അതിനിടെ മലയാളത്തിൽ ജോൺ സേട്ടന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറുകൾ, അല്ലെങ്കിൽ ബാക്കിയുള്ള ലാംഗ്വേജസിൽ വരുമ്പോഴത്തേക്കും ഓഫ്കോഴ്സ് RD ബർമന്റെയും അതുപോലെ ഇളയരാജ സാറിന്റെയും ഒക്കെ ബാക്ക്ഗ്രൗണ്ട് സ്കോറുകൾ, അതിനുശേഷം AR റഹ്മാൻ സാറിന്റെ. അപ്പൊ അങ്ങനെയുള്ള ഗ്രേറ്റ് മ്യൂസീഷ്യൻസിന്റെ, അല്ലെങ്കിൽ ഇപ്പം വെസ്റ്റേൺ ഫിലിംസ് എടുക്കുകയാണെങ്കിൽ ജോൺ വില്യംസ്, അങ്ങനെയുള്ള വലിയ മ്യൂസിക് കമ്പോസേഴ്സിന്റെ, ഇപ്പോൾ ഹാൻസ് സിമ്മർ വരെയുള്ള എല്ലാ കമ്പോസേഴ്സിന്റെയും അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പൊ അതെല്ലാം എന്നെ ത്രസിപ്പിക്കുന്നതായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഫിലിം മ്യൂസിക് കോമ്പോസിഷൻ അതിൽ വരണം എന്നുള്ളത്. ഫിലിം മ്യൂസിക് അത് നമ്മൾ സിനിമ കാണുമ്പോഴത്തേക്കും നമ്മൾ ഇത് ആസ്വദിക്കുന്ന തലമുണ്ടല്ലോ, അത് അതിന്റെ ഉള്ളിൽ കയറിയിരുന്ന് മൈക്രോസ്കോപ്പിക് ആയിട്ട് ആസ്വദിക്കുന്ന ഒരു തലത്തിലേക്ക് എന്റെ കോമ്പോസിഷൻ കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹത്തിലാണ് സിനിമയിലേക്ക് വന്നത്. മാതാപിതാ ഗുരുദൈവം എന്നാണല്ലോ പറയുന്നത്. മാതാപിതാക്കളുടെയും ഗുരുക്കന്മാരുടെയും സ്നേഹവും
ആശീർവാദവും അവര് നമുക്ക് ഇപ്പൊ മാതാപിതാ ഗുരുദേവം അല്ല, മാതാപിതാ ഗൂഗിൾ ദൈവമാണ്, അല്ലെങ്കിൽ മാതാപിതാ ചാറ്റ് GPT ദൈവമാണ്. എന്നാലും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത് അങ്ങനെയാണല്ലോ. അവരിൽ നിന്നും കിട്ടുന്ന ഒരു ഉപദേശങ്ങളും അനുഗ്രഹങ്ങളും നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ഉൾക്കരുത്താണ്. അങ്ങനെ നോക്കുമ്പോൾ സാറിന്റെ അമ്മയുടെ ആഗ്രഹം സാർ ഒരു ഗായകനായി കാണണം എന്നായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അങ്ങനെ നോക്കുമ്പോ ഇപ്പൊ പെട്ടെന്ന് അമ്മയിൽ നിന്ന് കിട്ടിയ ആ ഒരു ഏറ്റവും നല്ല ഗുണം, അല്ലെങ്കിൽ അച്ഛനിൽ നിന്ന് കിട്ടിയ, ഗുരുക്കന്മാരിൽ നിന്ന് കിട്ടിയ ഏറ്റവും നല്ല ഗുണമായിട്ട് എന്താണ് തോന്നുന്നത്? നമ്മൾ എന്തൊരു കാര്യം ചെയ്യുന്നുവോ, എന്തോ ആയിക്കോട്ടെ, എന്ത് ചെയ്താലും അത് ആത്മാർത്ഥമായിട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പൊ ആ ആത്മാർത്ഥത എന്തെന്ന് എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും അമ്മയും അച്ഛനും എന്റെ ഗുരുക്കന്മാരാണ്. അപ്പൊ അതിൽ ഡിസ്ട്രാക്ഷൻസ് പാടില്ല എന്നുള്ള കാര്യം, പ്രത്യേകിച്ചും മ്യൂസിക് എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ ഡിസ്ട്രാക്റ്റഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫോക്കസ് നമുക്ക് നഷ്ടപ്പെടുകയും നമ്മളിങ്ങനെ സ്കാറ്റേഡ് ആയി പോവുകയും ചെയ്യും. അപ്പൊ അത് സ്കാറ്റർ ചെയ്യാതെ നമ്മളെ തന്നെ ഒന്നിപ്പിച്ച്, ഈ ലോകം മൊത്തം ഡിസ്ട്രാക്ഷൻസ് ആണ്. നമ്മൾ ജസ്റ്റ് കണ്ണ് തുറന്നു കഴിഞ്ഞാൽ ഒരു 10,000 ഡിസ്ട്രാക്ഷൻ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതെല്ലാം സംഗീതത്തിൽ നിന്ന് നമ്മളെ വലിച്ച് വേറെ എവിടെയോ കൊണ്ടുപോകുന്നതാണ്. അപ്പൊ അങ്ങനെ കൊണ്ടുപോകാൻ സമ്മതിക്കാതെ സംഗീതത്തിൽ തന്നെ, സംഗീതത്തിന്റെ ഒരു വേൾഡ് പൂളിൽ തന്നെ ജീവിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ചിലപ്പോൾ റൊട്ടേറ്റ് ചെയ്യപ്പെടും, നമ്മൾ സ്പിൻ ചെയ്യപ്പെടും, നമ്മൾ ചിലപ്പോൾ ഷാറ്റർ ചെയ്യപ്പെടും. പക്ഷെ എന്നാലും അവിടെ തന്നെ നിൽക്കണം എന്ന് ആഗ്രഹിച്ചാണ് ഇത്രയും വർഷം ഇവിടെ നിൽക്കുന്നത്. സംഗീതമാണ് പ്രാണവായു എന്ന് പറയുന്നത് പോലെ അല്ലേ? സംഗീതം, എല്ലാം സംഗീതം ഇല്ലെങ്കിൽ പിന്നെ എനിക്ക് ഒരു എക്സിസ്റ്റൻസും ഇല്ലാന്ന് ഞാൻ വിചാരിക്കുന്നു. സാധാരണ സംഗീത സംവിധായകര് ഒരു പറ്റം, എല്ലാവരെയും പറയുന്നില്ല, ഒരു പറ്റം സംഗീത സംവിധായകർ ചെയ്യുമ്പോൾ അത് സ്റ്റാമ്പ് ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് മാറാറുണ്ട്. പക്ഷെ സാറിന്റെ പാട്ടുകൾ എടുക്കുകയാണെങ്കിൽ അതിലെപ്പോഴും ഒരു വ്യത്യസ്തത കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ശ്രീ ശ്യാമപ്രസാദിന്റെ അകലിയിലെ പാട്ടുകൾ, ശ്രീമതി അഞ്ജലി മേനന്റെ കൂടെയിലെ പാട്ടുകൾ, ഏറ്റവും വ്യത്യസ്തത പറയുകയാണെങ്കിൽ ശ്രീ എം മോഹനന്റെ കഥ പറയുമ്പോൾ വ്യത്യസ്തനായ ഒരു ബാർബറ മാലിന്യം. ഇത് പർപ്പസ്ഫുള്ളി കൊണ്ടുവരുന്നതാണ്. ഓക്കെ, ഞാൻ കഴിഞ്ഞ സിനിമയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എനിക്ക് ചെയ്യണം, ആ ഒരു മെന്റാലിറ്റി കീപ്പ് ചെയ്തിട്ടാണോ, അത് പർപ്പസ്ഫുള്ളി സാർ കൊണ്ടുവരുന്നതാണോ? അങ്ങനെ എന്നില് ആർട്ടിസ്റ്റ് ഇൻസൈഡ് മീ എന്ന് പറയുന്നത് എപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നത് ടു ബി വേഴ്സറ്റൈൽ. പല പല മേഖലകളിലൂടെ നമുക്ക് പറക്കണം. ഒരു ഭൂമികയിലൂടെ മാത്രം നമ്മൾ ഇങ്ങനെ പറഞ്ഞാൽ പോരാ. പക്ഷെ സിനിമയിൽ എപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ സിനിമയിൽ ഏതൊരു കലാകാരനും ലേബൽ ചെയ്യപ്പെടും. അത് സിനിമയുടെ ഒരു രീതിയാണ്. ഒരു ആക്ടർ ആണെങ്കിലും, ഒരു എഡിറ്റർ ആണെങ്കിലും, ഒരു ഡയറക്ടർ ആണെങ്കിലും അയാള് ഇതായിരിക്കും ചെയ്യുന്നത് എന്നുള്ള ഒരു പ്രിജുഡിസ് ഓട് കൂടി മാത്രമാണ് ജഡ്ജ് ചെയ്യപ്പെടുന്നത്. അപ്പൊ ഒരു പാട്ട്, ഇപ്പൊ ഞാൻ വളരെ മെലോഡിയസ് ആയിട്ട് ചെയ്ത ഒരു പാട്ട് ഹിറ്റായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്നെ അന്വേഷിക്കുന്നത് അത്തരം ജനസിലുള്ള ഒരു പാട്ടുകൾക്കോ പാട്ടിനോ ആയിരിക്കും. അങ്ങനെയാണ് സിനിമയുടെ ഒരു രീതി. ഒരു ഡയറക്ടർ ഇന്ന ജോണറിലാണ് എടുക്കുന്നത്, അപ്പൊ ആ ജോണർ ആകുമ്പോഴത്തേക്കും അയാൾ കൊള്ളാം, വേറെ ജോണർ ആകുമ്പോൾ അയാൾ കൊള്ളൂല, വേറെ ആരെങ്കിലും കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് ഓരോ കമ്പാർട്ട്മെന്റിൽ ഓരോ ആൾക്കാരെ, ഓരോ കൂട്ടിൽ ഓരോരുത്തരെ ഇടുന്ന ഒരു രീതി സിനിമയ്ക്കുണ്ട്. അത് എക്കാലത്തും അത് ഉണ്ടായിരുന്നതാണ്. നമ്മുടെ ആരെക്കുറിച്ചും, സിനിമയിലെ ഏതൊരു കലാകാരനെ കുറിച്ചും അങ്ങനെ ലേബിൾ ചെയ്യപ്പെട്ടതിനെ പറ്റി നമുക്ക് സംസാരിക്കാൻ കഴിയും. അപ്പൊ എന്റെ കാര്യത്തിലും അത് ഒരു പരിധി വരെ അത് സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അത് സംഭവിക്കാതിരിക്കാനായിട്ട് ഞാൻ എപ്പോഴും ജാഗരൂകനായിരുന്നു. പക്ഷെ എനിക്ക് കിട്ടുന്ന കഥകളും അതിലെ സന്ദർഭങ്ങളും ഒക്കെ അത്തരം വ്യത്യസ്തതകൾ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് അതൊക്കെ റിവീൽ ചെയ്യാൻ പറ്റുള്ളൂ. എന്റെ അത്തരം ജനസിലുള്ള എന്റെ കഴിവുകളെ എനിക്ക് ആസ് എ കമ്പോസർ റിവീൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത് സാധിക്കുന്ന ചില സിനിമകളും അതിലെ സന്ദർഭങ്ങളെ കുറിച്ചാണ് ഇപ്പോ സൗമ്യ പറഞ്ഞത്. അത് സൗമ്യ അങ്ങനെ കാണുന്നു എന്നുള്ളതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം അതെല്ലാം അത്രയ്ക്കധികം സന്തോഷത്തോടെയും ഇഷ്ടത്തോടെയും ക്രിയേറ്റ് ചെയ്ത പാട്ടുകളാണ്. ശ്രീ ബ്ലെസ്സി ഡയറക്റ്റ് ചെയ്ത പ്രണയം എന്ന സിനിമയിലെ പാട്ട് അതെന്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് കൂടിയാണ്. എന്റെ മാത്രമല്ല, എനിക്ക് തോന്നുന്നു മലയാളികളുടെ മൊത്തത്തിലൊരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സോങ് കൂടിയാണ്. പ്രണയം പോലെ മനോഹരമാണ് ആ പാട്ട്. സാധാരണ കമ്പോസേഴ്സ് പറയാറുണ്ട്, കമ്പോസേഴ്സ് അല്ല, കല എന്നുള്ള ഏത് രൂപത്തിൽ പറയുകയാണെങ്കിലും നല്ല അനുഭവങ്ങളുള്ളവർക്കാണ് നല്ല സൃഷ്ടികൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന്. അങ്ങനെയാണെങ്കിൽ സാറ് പാട്ടിലൂടെ കൊണ്ടുവരുന്ന പ്രണയവും നൊമ്പരവും വിരഹവും എല്ലാം സാറിന്റെ തന്നെ ജീവിതാനുഭവങ്ങളുടെ റിഫ്ലക്ഷൻ ആണോ?
ഒരു പരിധി വരെയാണ്. ശരിക്കും ഇപ്പോൾ നമ്മൾ ഈ AI ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ വരുന്നത്. എല്ലാ വിഭാഗത്തിലും അത് വരുന്നുണ്ട്. സിനിമയിലും ഉണ്ട്, സിനിമാ സംഗീതത്തിലുണ്ട്. അപ്പൊ എന്താണ് AI ചെയ്യാൻ പറ്റാത്തത് എന്ന് ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും എന്റെ അനുഭവം, ഞാൻ എന്താണോ എന്റെ അനുഭവം, അല്ലെങ്കിൽ സൗമ്യ എന്താണോ സൗമ്യ ജീവിതത്തിൽ ഉള്ള എക്സ്പീരിയൻസ്, അനുഭവങ്ങൾ, അത് സങ്കടമാണെങ്കിലും അല്ലെങ്കിൽ സന്തോഷമാണെങ്കിലും പറക്കലാണെങ്കിലും വീഴലാണെങ്കിലും ഉഷ്ണമാണെങ്കിലും തണുപ്പാണെങ്കിലും ഒക്കെ നമ്മൾ തിരിച്ചറിഞ്ഞ രീതികളുണ്ട്. നമ്മുടെ ഹൃദയം കൊണ്ട് തിരിച്ചറിഞ്ഞ അത് ചിലപ്പോ AI കൊണ്ടുവരാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ കൊണ്ടുവന്നാൽ തന്നെ അതിന് കുറെ മെക്കാനിക്കൽ ആയിട്ടുള്ള കുറെ ഇംപ്രഷൻസ് ആയിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുക. അപ്പൊ അതാണ്. അപ്പൊ ജീവിതാനുഭവം എന്നുള്ളതാണ് ശരിക്കും ഓരോ കലാകാരനെയും മറ്റൊരാളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ഒരേ കാര്യത്തെ തന്നെ വ്യത്യസ്തമായിട്ട് കാണാനുള്ള അനുഭവമാണ് ഒരു കലാകാരന് വേണ്ടത്. ഈ രാഗങ്ങളും ഈ കോർഡ് പ്രോഗ്രഷൻസും ആകെ 7 സ്വരങ്ങളും മാത്രമാണ് സംഗീതത്തിലുള്ളത്. അപ്പോ അതില് നമ്മൾ എന്ത് ഇന്നോവേഷൻസ്, ഡിസ്കവറീസ് നടത്തുന്നോ അതൊക്കെ വേറെ ആള് കാണാത്ത ഒരു കാഴ്ചയിലൂടെ കൊണ്ടുവരുമ്പോൾ മാത്രമാണ് കലാകാരന് അത് സാർത്ഥമാക്കാൻ പറ്റുന്നത്. അപ്പൊ അങ്ങനെ ഞാൻ കാണാറുണ്ട്. അപ്പൊ എന്റെ കാഴ്ച ആ രീതിയിൽ ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കണം. മറ്റുള്ളവർ ആരെങ്കിലും കണ്ടിട്ടുള്ളത് പോലെ ആകരുത്. എന്റേതായിട്ടുള്ള കാഴ്ചയാകണം. അതിന് ഒരു എക്സ്ക്ലൂസിവിറ്റി ഉണ്ടാവണം, അതിനൊരു സിഗ്നേച്ചർ ഉണ്ടാവണം. അപ്പൊ ഇതെല്ലാം പ്രണയമാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള വിരഹമാണെങ്കിലും അനുരാഗമാണെങ്കിലും അല്ലെങ്കിൽ റിലേഷൻഷിപ്സിനെ പറ്റിയുള്ള പാട്ടുകളാണെങ്കിലും അങ്ങനെ ജീവിതഗന്ധം ഉള്ള ഏതൊരു സോങ് സിറ്റുവേഷനും തീർച്ചയായിട്ടും നമ്മുടെ ജീവിതാനുഭവങ്ങൾ അതിന്റെ ആകത്തുക അതിലുണ്ടാവും. അതാണ് ആ പാട്ടിനെ വ്യത്യസ്തമാക്കുക. സാറിന് നിരവധി തവണ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ടല്ലോ. ഒത്തിരി സിംഗേഴ്സ്, അത് ഒരാളിൽ മാത്രമല്ല ഒരുപാട് സിംഗേഴ്സ് സാറിന്റെ പാട്ടുകൾ പാടിയിട്ടുണ്ട്. അപ്പൊ ഒരു ട്യൂണ് കമ്പോസ് ചെയ്യുന്ന ആ സമയത്ത് തന്നെ ഓക്കെ ഇന്ന് സിംഗർ പാടിയാൽ ഇത് നന്നായിരിക്കും, അല്ലെങ്കിൽ അയാൾ കൊണ്ടുവരുന്ന ആ ഭാവം ഇതിന് ആപ്റ്റ് ആകുമെന്ന് എപ്പോഴാണ് തിരിച്ചറിയുന്നത്? അതിൽ ഡയറക്ടറുടെ ഇൻപുട്ട് ഉണ്ടോ അതോ ഇത് സാറിന്റെ തന്നെ ഒരു സ്വാതന്ത്ര്യമാണ്? നേരത്തെയൊക്കെ യേശുദാസ് സാറ് ഒരുപാട് പാട്ടുകൾ എനിക്ക് വേണ്ടി പാടിക്കൊണ്ടിരുന്ന ഒരു സമയത്ത് ഞാൻ മനസ്സിൽ ആദ്യമേ കാണുമായിരുന്നു ഈ പാട്ട് പാടേണ്ടത് യേശുദാസ് സാറാണ് എന്ന്. ചിലപ്പോഴൊക്കെ ജയേട്ടനെ അങ്ങനെ കണ്ടിട്ടുണ്ട്, P. ജയചന്ദ്രൻ, അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. ചിത്രചേച്ചിയും സുജാ ചേച്ചിയും ഒരുപാട് തവണ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ഈ പാട്ട് ഇപ്പൊ ഓ സൈനബ എന്നുള്ള പാട്ട് വരുമ്പോ യേശുദാസ് സാറും ചിത്രചേച്ചിയും പാടിയാലാണ് ഇത് നന്നാവുക. ചെന്താർമിഴി വരുമ്പോഴത്തേക്കും ചിത്രചേച്ചി പാടുന്നതായിരിക്കും നന്നാവുക. കല്ലായിക്കടവത്തെ വരുമ്പോഴത്തേക്കും സുചേച്ചി പാടുന്നതായിരിക്കും ജയേട്ടനും സുചേച്ചി. അപ്പൊ അങ്ങനെ മനസ്സിൽ കണ്ട് ആ കാലഘട്ടങ്ങളിലൊക്കെ പാട്ടുകൾ ചെയ്തിരുന്നു. പക്ഷെ പിന്നെ മുന്നോട്ട് വന്നപ്പോഴത്തേക്കും ഞാൻ കുറെ വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെ എൻ്റെ ജീവിതം പോയപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായത് ഒരു പാട്ടിന് ഒരു പാട്ടുകാരൻ അല്ലെങ്കിൽ പാട്ടുകാരി ഉണ്ട്, അവരെ നമ്മൾ കണ്ടുപിടിക്കേണ്ടതുണ്ട് എന്നുള്ളത്. അപ്പൊ അങ്ങനെയാണ് അതിനൊരു വലിയൊരു ബ്രേക്ക് ത്രൂ ആയത് കാറ്റേ കാറ്റേ എന്നുള്ള പാട്ടാണ്, സെല്ലുലോയിഡിന്റെ. അപ്പൊ അത് വൈക്കം വിജയെ കണ്ടെത്തുന്നത് അങ്ങനെയാണ്. ഹൃദയത്തിൽ നിന്ന് പാടുന്ന ഒരാൾ വേണം എന്ന് തോന്നി. അപ്പൊ അങ്ങനെ ഹൃദയത്തിൽ നിന്ന് പാടുന്ന പാട്ടുകാരാരാണെന്ന് ഇങ്ങനെ തിരഞ്ഞു പോയപ്പോഴാണ് ഇങ്ങനെ ഒരു ട്രഷർ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട്. വിജയുണ്ട്, പിന്നെ ശ്രീരാമേട്ടൻ ഒരു ഉഗ്രൻ മ്യൂസീഷ്യനാണ്, പാട്ടുകാരനാണ്, പക്ഷെ പാട്ടൊന്നും പാടിയിട്ടില്ല. അപ്പോ അങ്ങനെ നേരത്തെയുള്ള എന്റെ എക്സ്പീരിയൻസ് അവരിലേക്ക് പകരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഞാൻ എവിടെയാണോ ആഗ്രഹിക്കുന്നത് അവിടേക്ക് എനിക്ക് അവരെ കൊണ്ടുവരാൻ പറ്റുന്നുള്ള കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് കാറ്റേ കാറ്റേ ആയാലും അതിൽ തന്നെ ഉള്ള ഏനുണ്ടോടി അമ്പിളിച്ചന്തം എന്നുള്ള സിത്തുവിന്റെ പാട്ട്. ഈ ആ വർക്ക് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ ഡോറ് തുറക്കുന്ന പോലെയായിരുന്നു എന്റെ ക്രിയേറ്റിവിറ്റിയുടെ. അപ്പൊ അതിനുശേഷം പിന്നെ ഒരു പാട്ടിലും ഇന്ന പാട്ടുകാരൻ പാടണമെന്ന് കണ്ടുകൊണ്ട് ഞാൻ ചെയ്യാറില്ല. ആ പാട്ട് ചെയ്തു കഴിഞ്ഞിട്ട് ഈ പാട്ടിന് ആരായിരിക്കും ഇത് ഏറ്റവും ലാലി ലാലി എന്നുള്ള പാട്ട് വന്നപ്പോ അത് മൃദുവിന് അത് പാടിക്കാൻ പറ്റി. ഇപ്പോ വാതുക്കല് വെള്ളരിപ്രാവ് എന്ന് പറയുമ്പോഴത്തേക്കും അത് നിത്യാമാമൻ പാടുക. അപ്പൊ ഇങ്ങനെയുള്ള ശബ്ദങ്ങളാണ് ആ പാട്ടിന്റെ ബ്യൂട്ടിയെ ഒരുപാട് മേളിലെത്തിക്കണം തോന്നിയിട്ടുണ്ട്. പല സിംഗേഴ്സും പാടുമ്പോൾ ടെക്നിക്കലി ഓക്കെ ആയിരിക്കും എന്ന് പറയുന്നു, എന്നാൽ ആ ഭാവം ചില ആളുകളിൽ മിസ്സിംഗ് ആണെന്ന് കേട്ടിട്ടുണ്ട്.
എനിക്കതിൻ്റെ ഒരു കാര്യം അറിയാനായിരുന്നു, ഒരു കൗതുകത്തോടെ ചോദിക്കുകയാണ്. ഈ ഭാവം എങ്ങനെയാണ് കൊണ്ടുവരുന്നത്? ടെക്നിക്കലി ഓക്കെ ആയ ഒരു സിംഗറിന് ഓക്കെ ഭാവം മിസ്സിംഗ് ആണെങ്കിൽ അത് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ്. നമ്മുടെ ശബ്ദത്തിൽ, നമ്മുടെ സംഗീതത്തിൽ അതെങ്ങനെയാണ് കൊണ്ടുവരുന്നത്? ആസ് എ മ്യൂസീഷ്യൻ അല്ലെങ്കിൽ ആസ് എ മ്യൂസിക് കമ്പോസർ, എനിക്ക് എപ്പോഴും എൻ്റെ മനസ്സിലുള്ളത് സംഗീതത്തിന്റെ ഭാവസാന്ദ്രതയാണ്, എക്സ്പ്രഷൻസ് ആണ്. ടെക്നിക്സ് ആ എക്സ്പ്രഷൻസിന് വേണ്ടി ഉപയോഗിക്കപ്പെടേണ്ടതാണ് എന്നുള്ളത്. അല്ലാതെ ടെക്നിക്കലായിട്ടുള്ള ഒരു മാനുഫാക്ചർ ചെയ്ത ഒരു സംഭവമാണ് കോമ്പോസിഷൻ എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എ കോമ്പോസിഷൻ ഹാപ്പൻസ്, ഇറ്റ് ഇസ് നോട്ട് കൺസ്ട്രക്റ്റഡ് എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സിൽ ഒരു പാട്ട് എന്ന് പറയുമ്പോൾ അതിന്റെ മെലഡി എന്ന് പറയുന്നത് കോമ്പിനേഷൻ ഓഫ് നോട്ട്സ് ആണ്. ഈ നോട്ട്സിനെ, അതിന്റെ ഇടയ്ക്കുള്ള റെസ്റ്റുകളെ, സൈലൻസുകളെ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്കൊരു മാജിക് അതിനകത്ത് കാണിക്കാൻ പറ്റും. അപ്പൊ അത് എങ്ങനെ കാണിക്കുമ്പോഴാണ് എക്സ്പ്രഷൻ വരണേ എന്നുള്ളതാണ് എന്റെ കാഴ്ച. അപ്പോൾ വേറെ പല മ്യൂസിക് കമ്പോസേഴ്സിനെ സംബന്ധിച്ചുള്ള അവർക്ക് ആ കാഴ്ചയല്ല, അവര് ടെക്നിക്കലായിട്ട് കാണുന്നു. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ നമ്മള് കോമ്പോസിഷനിലാണെങ്കിൽ പോലും നമുക്ക് സ്ഥിരമായിട്ടുള്ള ചില വഴികൾ നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. നമ്മൾ കേട്ട ചിലത് നമുക്ക് തോന്നും അത് ക്ലീഷേ അല്ല എന്ന്. അപ്പൊ ക്ലീഷയെ മാറ്റാൻ വേണ്ടി നമ്മൾ അനാവശ്യമായ നോട്ട്സ് അവിടെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് ആരും കേൾക്കാത്ത പോലത്തെ ഒരു മെലഡി ആയിട്ട് മാറും. എന്ന് പറഞ്ഞാൽ ആരും കേൾക്കാൻ സാധ്യതയില്ലാത്ത, ആരുടെ മനസ്സിൽ നിൽക്കാത്ത, അപ്പൊ ക്ലീഷേ ആയിട്ടുള്ള ചില എലിമെന്റ്സും ചില പാട്ടുകളിൽ വരും. അതല്ലാതെ നമുക്ക് വേറെ ഒരു മാർഗവും ഇല്ല ആൾക്കാരുടെ മനസ്സിലേക്ക് കയറാൻ. പക്ഷെ ഈ ക്ലീഷയിലും എന്തെങ്കിലും ഒരു ഭാവം നമ്മൾ ഒളിപ്പിച്ചു വെക്കുകയാണെങ്കിൽ അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് വരും. അപ്പൊ ഈ ഭാവം കൊടുക്കുക എന്ന് പറയുന്നത് എല്ലാ പാട്ടുകാർക്കും സാധിക്കുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതാണല്ലോ ചോദ്യം. അപ്പൊ അത് ഒരു വലിയൊരു പ്രോസസ്സാണ്. ചില പാട്ടുകളൊക്കെ എനിക്ക് വേണ്ടി പാട്ടുകാരൊക്കെ 3 മാസത്തോളമൊക്കെ പാടിയിട്ടുണ്ട്. ഒരു പാട്ടില് ഗായകൻ ഈ അനുരാഗം എന്ന് പാടുന്നുണ്ട്. അപ്പൊ ഞാന് അത് പല പ്രാവശ്യം പാടുമ്പോഴും ഈ അനുരാഗത്തിന്റെ ഞാൻ ഉദ്ദേശിച്ച് അത് വരണ അനുരാഗം സ്ലോ ആയിട്ട് പാടി അങ്ങനെ വരും. അപ്പൊ ഈ ഫീല് ആ സ്പീഡിൽ പാടുമ്പോഴേ അനുരാഗം എന്ന് വരണം. അപ്പൊ അതിന് എനിക്ക് തോന്നുന്നത് അത് തന്നെ എത്രയോ ടേക്കുകൾ, ആ ഒരൊറ്റ വാക്ക്. ഇപ്പൊ ശ്രേയ പാടിപ്പോ പ്രണയമോ രസുലഭ മധുരമാം നിർവൃതി എന്ന് പാടുക. ഈ നിർവൃതി എന്നുള്ളതിന്റെ പ്രൊണൗൺസിയേഷൻ, ആ കൃത്യമായിട്ടുള്ള നിർവൃതി എന്ന് ഒരു നമ്മൾ പറയുന്ന പോലെ വരാനായിട്ട് എനിക്ക് തോന്നുന്ന 75-80 ടേക്കുകൾ ഈ നിർവൃതിക്ക് മാത്രം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് ആ നിർവൃതി കിട്ടിയത്. അപ്പൊ അത്തരം ഭാവങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ഞാൻ ഒരുപാട് സമയം ഞാനത് ചെലവാക്കാറുണ്ട് അവരുമായിട്ടും. ചില പാട്ടുകാർ വളരെ ഇംപേഷ്യന്റ് ആവും. അവർ പറയും ഇപ്പൊ പാടിയത് ശരിയല്ലേ എന്ന് ചോദിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു അത് അവിടത്തേക്ക് ശരിയാണ്, പക്ഷെ എനിക്ക് എന്റെ സിനിമയ്ക്ക് എന്റെ ക്യാരക്ടറിന് അതല്ല. ഞാൻ ആഗ്രഹിക്കുന്ന മ്യൂസിക്കാലിറ്റിക്കും അങ്ങനെയല്ല. അപ്പൊ ആ ഭാവം അങ്ങനെ വരണം എന്ന് പറയാറുണ്ട്. സാറ് ഒത്തിരി നല്ല ലിറിസിസ്റ്റിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. അത് മെയിൻലി പറയുവാന്ന് വെച്ചാൽ ONV സാറ്, ശ്രീ ഗിരീഷ് പുത്തഞ്ചേരി, ശ്രീ റഫീഖ് അഹമ്മദ്, ശ്രീ രമേശ് അവരെയൊക്കെ കൂടെ വർക്ക് ചെയ്തപ്പോൾ എനിക്ക് എടുത്ത് പറയാനുള്ള അല്ലെങ്കിൽ ചോദിക്കാനുള്ള ഒരാളുടെ കാര്യമാണ് സാറ് സഹോദര തുല്യനായി കാണുന്ന ശ്രീ ഗിരീഷ് പുത്തഞ്ചേരി. സാറ് തന്നെ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം ഒത്തുള്ള ഓർമ്മയിൽ പെട്ടെന്ന് മനസ്സിലേക്ക് കടന്നു വരുന്ന എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഒന്ന് ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമോ? ഒരുപാട് ഇൻസിഡൻസ് ഉണ്ട്. അതില് ഒരു രസകരമായ ഇൻസിഡന്റ് എന്ന് പറയുന്നത് ഇപ്പൊ രസകരമായിട്ട് തോന്നുന്നു, അന്ന് അത് സങ്കടം ഉണ്ടാക്കിയതായിരുന്നു. ഗിരീഷേട്ടൻ തിരുവനന്തപുരത്ത് വന്നു. ആ സിനിമയുടെ പേര് ഞാൻ മറന്നുപോയി. ജനകൻ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ രാവിലെ ഗിരീഷേട്ടന്റെ ഹോട്ടലിലേക്ക് പോയി, റൂമിലേക്ക് പോയി. അപ്പൊ ഗിരീഷേട്ടൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും, പല കഥകൾ പറയും. പിന്നെ അപ്പോഴത്തെ ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിലുള്ള ചില എഴുത്തുകളെ കുറിച്ച് സംസാരിക്കും, നോവലുകളെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. പാട്ട് എഴുത്തെന്ന് പറയുന്നത് ഏറ്റവും അവസാനമേ നടക്കുള്ളൂ. അത് 5 മിനിറ്റ് കൊണ്ട് നടക്കുകയും ചെയ്യും. അപ്പൊ എന്നോട് ചോദിച്ചു, കൂട്ടാ എന്താടാ ട്യൂൺ? അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ട്യൂൺ പറഞ്ഞു. അപ്പോ
ഗിരീഷേട്ടൻ പറഞ്ഞു ഞാൻ എഴുതി നോക്കാം എന്ന് പറഞ്ഞിട്ട് എന്റെ മുമ്പിൽ ഇരുന്ന് തന്നെ ഒരു 3-4 മിനിറ്റ് കൊണ്ട് ഈ ഇതിന് തന്നെ ഒരു 5 രീതിയിൽ ഒരു 5 മിനിറ്റ് എടുത്തിട്ടുണ്ടാവും. 5 രീതിയിൽ 5 പല്ലവി പോലെ എഴുതി. അപ്പോ ഞാനത് നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് അതിലൊന്നും ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ഞാൻ ഗിരീഷേട്ടനോട് പറഞ്ഞു, ചേട്ടാ ഇതല്ല ഉദ്ദേശിക്കണേ. അപ്പൊ ഗിരീഷേട്ടൻ കുറച്ച് ഇറിറ്റേറ്റഡ് ആകാൻ തുടങ്ങി ഇങ്ങനെ. അപ്പൊ നമ്മൾ തമ്മിൽ ഇങ്ങനെ ഇത്തരം വഴക്കുകളൊക്കെ സ്ഥിരമാണ്. അപ്പൊ അത് വഴക്കെന്ന് പറയാൻ പറ്റില്ല, ഒരു കലാപം എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ രണ്ടുപേര് തമ്മിലുള്ള നമ്മളെ ഒരു ക്രിയേഷന്റെ ഒരു പ്രക്രിയയിൽ വരുന്ന സംഭവങ്ങളാണ്, സ്പാർക്കുകളാണ് തമ്മിൽ. അപ്പൊ ആ രീതിയിൽ കുറച്ച് ഒരു 13-14 പല്ലവി ഈ രീതിയിൽ എഴുതി. അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞു, ഗിരീഷേട്ടാ ഇതല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഗിരീഷേട്ടാ ഇത് പറ്റത്തില്ല, എനിക്ക് വേണ്ടത് തന്നെ കിട്ടണം, ഇത് അങ്ങനെയാണെന്ന് പറഞ്ഞു. നിനക്ക് വേണ്ടത് തരാനല്ല ഞാൻ ഇരിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് ഗിരീഷേട്ടൻ ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കി. എണീറ്റു, നിന്റെ കൂടെ ഇനി വർക്ക് ചെയ്യുന്നില്ല, നീ വേറെ ആരെങ്കിലും എഴുതിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെ ഞാനൊന്നും പറയാതെ ഞാൻ ആ റൂമിൽ നിന്ന് ഇറങ്ങി പോവുകയും ഞാൻ വീട്ടിൽ പോവുകയും ചെയ്തു, തിരുവനന്തപുരത്തായതുകൊണ്ട്. അപ്പൊ അങ്ങനെ എനിക്ക് വൈകുന്നേരമൊക്കെ ഭയങ്കര സങ്കടമായിരുന്നു. അയ്യോ, ഇനി ഇപ്പൊ ഗിരീഷേട്ടൻ അത് സീരിയസ് ആയിട്ട് പറഞ്ഞാണെങ്കിൽ പ്രശ്നമായല്ലോ. ഗിരീഷേട്ടൻ പാട്ടെഴുത്തുകാരൻ മാത്രമല്ല, എന്റെ ചേട്ടനും കൂടിയാണ്. അപ്പൊ എനിക്ക് എന്റെ ചേട്ടനെ നഷ്ടപ്പെടും, ആ ജനറേഷനിലെ ഏറ്റവും വലിയ പാട്ടെഴുത്തുകാരനെ, മഹാനായ ഒരാളെ നഷ്ടപ്പെടുന്നുള്ളതാണ്. അപ്പൊ എന്റെ പാട്ടുകൾ അനാഥമാവും എന്നൊക്കെ എനിക്ക് തോന്നി. എനിക്ക് വിളിക്കണമെന്നുണ്ട്, പക്ഷെ എന്തോ ഈ അനാവശ്യമായ ചില ഈഗോ മനുഷ്യനുണ്ടാവല്ലോ. അപ്പൊ അത് എനിക്ക് ആ സമയത്ത് എനിക്കുണ്ടായിരുന്നു. ചേട്ടനോടാണെങ്കിൽ പോലും ഗിരീഷേട്ടനോടാണെങ്കിൽ പോലും ആ ഈഗോ തോന്നി. അപ്പൊ ഞാൻ വിളിച്ചില്ല. പക്ഷെ അടുത്ത ദിവസം രാവിലെ ഒരു 4 മണിക്ക് എനിക്കൊരു കോള് വരുന്നു. അപ്പൊ ഞാൻ ഉറക്കത്തിൽ നിന്ന് പെട്ടെന്ന് എടുക്കുക. അപ്പൊ പറഞ്ഞു, കുട്ടാ, എന്റെ കുട്ടനല്ലടാ, ചേട്ടൻ നിനക്കായി പാട്ട് എഴുതി വെച്ചിട്ടുണ്ട്, വാടാ. മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ്. അപ്പൊ ഞാൻ ഉടനെ ചാടി എണീച്ച് ഉടനെ പെട്ടെന്ന് റെഡിയായി ഞാൻ എന്റെ സ്കൂട്ടറും എടുത്ത് ഞാൻ പോവാണ് അവിടെ. അപ്പൊ അങ്ങനെ അവിടെ എത്തിയപ്പോഴത്തേക്കും ചേട്ടൻ എഴുതി വെച്ച്, ഒളിച്ചിരുന്നേ, ഒന്നിച്ചൊളിച്ചിരുന്നേ, മുറ്റത്തെത്തും തെറ്റിപ്പൂവിൽ ഒളിച്ചിരുന്നേ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ നിനക്ക് ഇഷ്ടപ്പെട്ടോ മുത്തേ എന്നൊക്കെ ഇടയ്ക്ക് വിളിക്കും, മുത്തേ. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടാ ഇത് ഗംഭീരം എന്ന് പറഞ്ഞ് ഇങ്ങനെ കെട്ടിപ്പിടിച്ചാണ് പിന്നെ നമ്മുടെ യാത്ര. ഇങ്ങനെ ഗിരീഷേട്ടനായിട്ട് ഒരുപാട് എക്സ്പീരിയൻസസ്. തീരാ നഷ്ടമാണ് സാറിന്റെ ഒരു വിയോഗം എന്ന് പറയുന്നത്. സ്പോണ്ടേനിയസ് ആയിട്ട് ട്യൂണിടുമ്പോഴാണ് അതെപ്പോഴും നിലനിൽക്കുക എന്ന് കേട്ടിട്ടുണ്ട്. അതായത് പാട്ട് എഴുതാൻ വേണ്ടി ഇരിക്കുക എന്ന് പറയുമ്പോൾ അപ്പൊ കിട്ടുന്ന ട്യൂണിന് അത്ര ഒരു എക്സിസ്റ്റൻസ് ഇല്ല എന്ന് ചില കമ്പോസേഴ്സ് പറയുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ സാറിന് പെട്ടെന്ന് സ്പോണ്ടേനിയസ് ആയിട്ട് ചെയ്ത പാട്ടുകൾ, വളരെ കുറച്ച് നേരം കൊണ്ട് ട്യൂണിട്ട പാട്ടുകൾ ഏതൊക്കെയായിരുന്നു? എനിക്ക് തോന്നുന്നത് എന്റെ ഒരു 85% സോങ്സും ഇങ്ങനെ സ്പോണ്ടേനിറ്റിയിൽ വന്ന ഈണങ്ങളാണ്. അതിനുവേണ്ടി ഇരുന്ന് ഒരു കാര്യം ചെയ്യാതെ അതിങ്ങനെ മനസ്സിൽ ഇങ്ങനെ ആ സോങ് സിറ്റുവേഷൻ കൊണ്ടു നടക്കുകയും ഏതെങ്കിലും ഒരു നിമിഷത്തില് ഒരു ട്യൂൺ ഇത് ഇങ്ങനെ സ്പോണ്ടേനിയസ് ആയിട്ട് ഉണ്ടായതാണ്. അത് മറക്കാൻ പറ്റാത്ത അനുഭവമാണ് ഈ പാട്ട് ഉണ്ടായത്. അപ്പൊ ഈ ജലാലുദ്ദീൻ റൂമി, ഞാൻ ഒരു ഭയങ്കരമായിട്ട് അദ്ദേഹത്തിന്റെ ഫിലോസഫി ഫോളോ ചെയ്യുന്ന ആളാണ്. അപ്പോ അതിനകത്ത് പറയുന്നുണ്ട്, നീ ഒരു കടലിലെ ഒരു തുള്ളിയല്ല, ഒരു തുള്ളിക്കുള്ളിലെ മുഴുവനായ കടലാണ് നീ. യു നോട്ട് ജസ്റ്റ് എ ഡ്രോപ്പ് ഇൻ ദ ഓഷൻ ബട്ട് ദ എൻറ്റയർ ഓഷൻ ഇൻ എ ഡ്രോപ്പ് എന്ന്. അതാണ് റൂമിയുടെ. അപ്പൊ ഹരി ഇത് എഴുതാൻ വന്നപ്പോ ഞാൻ ഹരിയടുത്ത് പറഞ്ഞു, എനിക്കിത് വേണം. ഇത് പ്രണയത്തിന്റെ കാര്യത്തിലും ഇങ്ങനെ തന്നെയാണല്ലോ, ഒരു കടല് പോലെയല്ലേ, ഒരു കടലിലെ തുള്ളി പോലെ അല്ലല്ലോ പ്രണയം എന്ന് പറഞ്ഞു. അപ്പോ അങ്ങനെയാണ് ഹരി എഴുതുമ്പോ, തുള്ളിയാമെന്നുള്ളില് വന്ന് നീയാം കടല് എന്ന് എഴുതിയത് അതുകൊണ്ടാണ്. അതെനിക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ മൊമെന്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, അത് നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു പല കാര്യങ്ങളും. പല വരികൾ അങ്ങനെ വരുന്നു, പല സംഗീതങ്ങൾ അങ്ങനെ വരുന്നു, കോമ്പിനേഷൻ ഓഫ് നോട്ട്സ് വരുന്നു, അവയുടെ ഭാവങ്ങൾ അങ്ങനെ വരുന്നു. അപ്പൊ അത് എനിക്ക് മാത്രം എക്സ്പ്രസ് ചെയ്യാവുന്നതാണ്. എത്തരത്തിലുള്ള സംഗീതം ചെയ്യാനാണ് ഇഷ്ടം? പല സംഗീത ധാരകളുണ്ടല്ലോ, പല കാറ്റഗറൈസേഷനും ഉണ്ട്. അപ്പൊ സാറിന്
ഓക്കെ, എനിക്ക് ഈ തരത്തിലുള്ള പാട്ടുകളോട് ഒരു പ്രത്യേക തരം ഇഷ്ടമുണ്ടെന്ന് മനസ്സിലുണ്ടാവുമല്ലോ, അങ്ങനത്തെ പാട്ടുകൾ എത്തരത്തിലുള്ളവയാണ്? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഗീതത്തിന്റെ ജനസ് എന്ന് പറയുന്നത് വെസ്റ്റേൺ ക്ലാസിക്കൽ മ്യൂസിക്കാണ്. പക്ഷെ അത് എനിക്ക് അത് വേണ്ട രീതിയിൽ പ്രയോജനപരമായി ഉപയോഗിക്കാനായിട്ട്, ഒരു മീനിങ് ഫുൾ ആയിട്ട് ഉപയോഗിക്കാനായിട്ട് മലയാള സിനിമയിൽ അത്തരം ഒരു ജോണറിൽ വരുന്ന സിനിമകൾ വളരെ കുറവാണെന്നുള്ളത്. ഇപ്പൊ അകലെ പോലുള്ള ചില സിനിമകളിൽ അതിന്റെ എന്തൊക്കെയോ ചെറിയ ചെറിയ സ്പർശങ്ങളൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ അകലയിൽ ആ പാട്ടുകളൊന്നും വന്നില്ല. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഞാൻ ചെയ്തതല്ല. അപ്പൊ അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്ങിലാണെങ്കിലും അല്ലെങ്കിൽ പാട്ടുകളിലാണെങ്കിലും ഒക്കെ ഈ വെസ്റ്റേൺ ക്ലാസിക്കൽ മ്യൂസിക്കിന്റെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡീപ്പായിട്ടുള്ള ഛായകൾ ഉള്ള ഒരു വർക്ക് ചെയ്യണമെന്ന് ഞാൻ എക്കാലത്തും ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ അത്തരത്തിലുള്ള പ്രമേയങ്ങൾ നമ്മുടെ സിനിമയിൽ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. പിന്നെ എനിക്ക് വളരെ ഇഷ്ടമുള്ളത് നല്ല സൂപ്പർ ഫാസ്റ്റ് നമ്പേഴ്സ് ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അതിനുള്ള എനിക്ക് കിട്ടിയിട്ടുള്ള അവസരങ്ങൾ വളരെ കുറവാണ്. അപ്പൊ അത് നേരത്തെ പറഞ്ഞ ആ ലേബലിംഗ് അല്ലെങ്കിൽ നമ്മളെ കൂട്ടിൽ അടയ്ക്കുന്ന ഒരു പദ്ധതിയുടെ ഒരു ഭാഗമാണ് തോന്നുന്നു. ശരി. ശ്രീ കമൽ ഡയറക്ട് ചെയ്ത പെരുമഴക്കാലം എന്ന സിനിമയിലെ രാക്കിളി തൻ വഴിമറയുന്ന പാട്ട്, അത് മഴ എത്ര വൈകാരികമായി വർണ്ണിച്ച ശ്രീകേതപുരം തിരുമേനിയുടേതാണ് വരികൾ. അത് ശ്രീ റഫീഖ് സാറിന്റെയാണ് വരികൾ. അപ്പൊ സാറാണ് അത് പാടിയത്. അത് മുൻകൂട്ടി നിശ്ചയിച്ചതാണോ? ഓക്കെ, ഇത് ഞാൻ തന്നെ പാടണമെന്ന് മുൻകൂട്ടി നിശ്ചയിച്ചതാണോ, അതോ വഴി മറിഞ്ഞ് സാറിലേക്ക് വന്നു ചേർന്നതാണോ ആ പാട്ട്? അത് വേറെ ആരെങ്കിലും നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു, അയാൾ പാടിയാൽ മതി, പിന്നെ അത് എപ്പോഴെങ്കിലും ഓക്കെ അത് പറ്റിയില്ല, അങ്ങനെ സാറിലേക്ക് വന്നതാണോ ഈ പാട്ട്? ഇത് കമ്പോസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് എന്റെ മനസ്സിലുണ്ടായിരുന്നത് ഹരിഹരൻ സാറും, ഒരുപക്ഷെ ഹരിഹരൻ സാറിനെ കാളും കൂടുതൽ ഉസ്താദ് റാഷിദ് ഖാൻ സാഹബ്, അദ്ദേഹം ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ മഹാനായ അദ്ദേഹത്തിന് ഒരു പാട്ട് പാടിപ്പിക്കണം. അപ്പൊ ഇത് ആയിരിക്കും അതിന് കൃത്യം എന്ന് എനിക്ക് തോന്നിയിരുന്നു. അപ്പോ ആദ്യം നമ്മൾ വെറുതെ ഇങ്ങനെ ഒരു ട്രാക്ക് പോലെ പാടുമല്ലോ, അപ്പൊ അത് പാടിയിട്ടാണ് കമൽ സാറിന് അയച്ചു കൊടുക്കുന്നത്. അപ്പൊ കമൽ സാറ് ഓൾറെഡി ഇതിന്റെ കോമ്പോസിഷൻ ഒക്കെ കഴിഞ്ഞിട്ട് കമൽ സാറിന് വളരെയധികം ഇഷ്ടമായിരുന്നു ഈ രാക്കിളിതൻ വഴിമറി. ആ പാട്ടുകൾ മാത്രമല്ല, ആ സിനിമയിലെ എല്ലാ പാട്ടുകളും അദ്ദേഹത്തിന് ഒത്തിരി ഇഷ്ടമായിരുന്നു. അപ്പൊ കമൽ സാർ ഒരുപാട് ഇൻസ്പയർ ചെയ്ത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു സംഗീത സംവിധാനം. അതുകൊണ്ടാണ് കമൽ സാറിന്റെ ഏത് സിനിമ എടുത്താലും അതിലൊരു സൂപ്പർ പാട്ട് നമുക്ക് കേൾക്കാൻ പറ്റും. ഏത് സംഗീത സംവിധായകനാണ് അതിന്റെ കാരണം കമൽ സാറിന്റെ ആ ഒരു കാഴ്ചയാണ്, എങ്ങനെയാണ് പാട്ട് തന്റെ സിനിമയിൽ വേണ്ടത്. അപ്പൊ ഇങ്ങനെ ഞാൻ ഈ ട്രാക്ക് പാടി അയച്ചു. അപ്പൊ ഷൂട്ട് തുടങ്ങിയിരുന്നു പാലക്കാട്ട്, കൽപ്പാത്തിയിലും അവിടെ ഇവിടെയൊക്കെ. അപ്പൊ ഇങ്ങനെ കമൽ സാർ ദിവസവും ഈ പാട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നു, ഇതെങ്ങനെ ഷൂട്ട് ചെയ്യണം എന്നൊക്കെ ആലോചിച്ചിട്ട്. അപ്പൊ അങ്ങനെ എന്റെ ശബ്ദവും ഞാൻ കൊടുത്ത ഭാവങ്ങളും ഈ പാട്ടും ഒക്കെ ആ രീതിയിലാണ് കമൽ സാറിന്റെ ഉള്ളിൽ പതിഞ്ഞത്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് സാറ് ഇങ്ങനെ ഈ പാട്ട് ഇടയ്ക്കിടയ്ക്ക് സീൻസ് എടുക്കുന്നതിനിടയിൽ ഓരോ ഇടങ്ങളിൽ വെച്ച് ഈ പാട്ടിന്റെയും കൂടെ ഷൂട്ട് നടത്തുന്നുണ്ട് പാരലായിട്ട്. അപ്പൊ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ സാറിന്റെ അടുത്ത് പറഞ്ഞു, സാർ എനിക്ക് ഇത് റഷീദ് ഖാൻ സാഹബോ അല്ലെങ്കിൽ ഹരിയൻ സാറോ പാടണമെന്ന് ആഗ്രഹം. അപ്പോ സാറ് വളരെ അത്ഭുതത്തോടുകൂടെ എന്റെ മുഖത്ത് നോക്കിയിട്ട്, ജയൻ നന്നായിട്ട് പാടിയിട്ടുണ്ടല്ലോ, എന്തിനാ ഇനിയിപ്പോ വേറൊരാര് പാടണം? അപ്പൊ ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് ഞാൻ പാടിയത് അത്ര ഇഷ്ടപ്പെടുന്നില്ല. അപ്പോ സാർ ഇല്ലില്ല, ഇത് ജയന്റെ വെച്ചാൽ മതി, അത് മാറ്റണ്ട എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, സാർ ഞാൻ ഒന്നുകൂടെ ഞാൻ വെറുതെ ട്രാക്കൊക്കെ ഞാൻ സീരിയസ് ആയിട്ട് പാടിയതല്ല, ഞാൻ ഒന്നുകൂടെ സീരിയസ് ആക്കി പാടി കൊണ്ടുവരാം, അതിന് കുറച്ചും കൂടെ എംബലിഷ്മെന്റ്സ് ഒക്കെ കൊടുത്ത് കൊണ്ടുവരാം. സാർ പറഞ്ഞു അതൊക്കെ ചെയ്തോ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഞാൻ വീണ്ടും ചെന്നൈയിൽ പോയിട്ട് ഇപ്പൊ നമ്മുടെ റിയാലിറ്റിയിലൊക്കെ ഷോയിലൊക്കെ പറയില്ല, കുറെ സംഗതികളും കുറെ സംഭവങ്ങളൊക്കെ അതിനകത്ത് ചേർത്ത് അതിനെ കുറച്ചും കൂടെ ടെക്നിക്കലാക്കി ഞാൻ എങ്ങനെയാണോ അതിനെ ഒന്ന് ഷോക്കേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കോമ്പോസിഷൻ ഞാൻ ചെയ്തെന്നൊക്കെ പറയത്തക്ക രീതിയിൽ അത് ഞാൻ പാടി. അപ്പൊ ആ രീതിയിലൊക്കെ അന്ന് എനിക്ക് തോന്നിയാണ്. അപ്പൊ അങ്ങനെ അത് പാടി അത് കമൽ സാറിന് കൊണ്ട് കേൾപ്പിച്ചു. അപ്പൊ സാറ് പറഞ്ഞു, ഇതല്ല എനിക്ക് വേണ്ടത്, നേരത്തെ ജയൻ പാടിയില്ല, ട്രാക്കാണെന്ന് പറഞ്ഞു. അതിന്റെ ഭാവത്തിന്റെ ഒരു 20% പോലും ഇതിനകത്തില്ല. ഇത് മ്യൂസിക്കലായിരിക്കും, പക്ഷെ എന്റെ സിനിമയ്ക്ക് അതല്ല ആവശ്യം. അപ്പൊ അങ്ങനെ യഥാർത്ഥത്തില് ഞാൻ സീരിയസ് അല്ലാതെ ഒരു ട്രാക്കായിട്ട് പാടിയപ്പോൾ വന്ന എന്താണോ അതാണിപ്പോ കേൾക്കുന്ന രാക്കിളിതൻ. അതിനകത്തൊന്നും മാറ്റങ്ങൾ വരുത്തിയിട്ടില്ല. എന്താണോ, പക്ഷെ അതിനകത്തൊരു ഗുണം ഉണ്ടായിരുന്നു പറഞ്ഞാൽ, നമ്മൾ ആദ്യമായിട്ട് ഒന്നിനെ സമീപിക്കുമ്പോൾ നമ്മൾ നിഷ്കളങ്കമായി നമ്മൾ അതിന്റെ ഭാവത്തിൽ മൊത്തം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ അതിനെ സമീപിക്കുമ്പോൾ കിട്ടുന്നത്, പിന്നെ നമ്മളത് പിന്നെയും അതിനെ ചേൺ ചെയ്യുമ്പോഴത്തേക്ക് അത് കിട്ടൂല എന്നുള്ളൊരു സത്യമാണ്.
അതാണ് അവിടെ സംഭവിച്ചത്. സാറിന്റെ ഫാമിലി മക്കള് എനിക്ക് തോന്നുന്നു സംഗീതത്തില് തന്നെയാണ്, ആ വഴിക്ക് തന്നെയാണ് അവർ യാത്ര ചെയ്യുന്നത്. അപ്പൊ അവരുടെ സംഗീതം കുറച്ച് ഡിഫറെന്റ് ആണല്ലോ ഇപ്പോഴത്തെ ജനറേഷന് അനുസരിച്ച്. അവരുടെ സംഗീതധാര അല്ലെങ്കിൽ സംഗീതം പോകുന്ന വഴി അത് സാറ് ഓക്കെ ആണോ? ഓക്കെ, എനിക്കിത് കുഴപ്പമല്ല, ഇഷ്ടപ്പെടുന്നുണ്ട്, അല്ല അവർ ചെയ്യുന്നത് കുഴപ്പമല്ല എന്നാണോ? അതോ അവരോട് നേരിട്ട് പറയാറുണ്ടോ എനിക്ക് അത് അത്ര ഇഷ്ടപ്പെട്ടില്ല, അത് ഇതെന്റെ ഒരു ട്രാക്ക് അല്ല, അതോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ സംഗീതം അല്ലെങ്കിൽ ഇപ്പോഴത്തെ ജനറേഷന്റെ സംഗീതം സാർ ഉൾക്കൊള്ളുന്നുണ്ടോ? അങ്ങനെ ചെയ്താലാണ് ഒരു എക്സിസ്റ്റൻസ് ഉണ്ടാവുള്ളൂ, ചാലഞ്ചസ് ഏറ്റെടുത്താലാണ് എക്സിസ്റ്റൻസ് ഉള്ളൂ എന്നാണോ സാർ ചിന്തിക്കുന്നത്? ഏത് രീതിയിലേക്കാണ് സാറിന്റെ ആ ചിന്തകൾ പോകുന്നത്? അല്ല, എനിക്ക് ജഡ്ജ്മെന്റലായിട്ട് എനിക്കൊരു ട്രാക്ക് ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളല്ല ഞാൻ. എനിക്ക് തന്നെ ഞാൻ ഒരു ട്രാക്കിൽ പോകാൻ പാടില്ല എന്ന് വിചാരിക്കുന്ന, ട്രാക്ക്ലെസ് ആയിരിക്കണം ആ രീതിയിൽ. ആ ട്രാക്ക്ലെസ്നെസ് ആയിരിക്കണം എന്റെ ട്രാക്ക് എന്ന് വിചാരിക്കുന്ന ആളാണ്. അപ്പൊ എന്റെ മക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ രണ്ടുപേരും സംഗീതത്തിലോട്ടാണെന്ന് പറയാൻ പറ്റില്ല. മൂത്താള് അവൻ ഇംഗ്ലണ്ടില് ക്രാൻഫീൽഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MS ചെയ്തു, എയ്റോസ്പേസ് വെഹിക്കിൾ ഡിസൈൻ എഞ്ചിനീയറിംഗ് എന്ന്. അപ്പൊ അവൻ അതിന്റെ ജോലികൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. അതിനിടയിൽ അവൻ കമ്പോസ് ചെയ്യും. അവൻ സ്വന്തമായിട്ട് ഇംഗ്ലീഷിൽ പാട്ടുകൾ എഴുതും, അത് കമ്പോസ് ചെയ്യും. അവന് ഇഷ്ടപ്പെട്ട ജനസുകളുണ്ട്, അവന് ബീറ്റിൽസും അങ്ങനെയുള്ള ലെജൻഡറി ആയിട്ടുള്ള സംഗീതത്തിന്റെ ആരാധകനാണ് അവൻ. അപ്പൊ അത് പോവും. ഞാൻ അതിലൊന്നും ഇടപെടാറില്ല. അവൻ എന്താണോ വേണ്ടത് അത് അവൻ ചെയ്യണം എന്ന് ഞാൻ വിചാരിക്കുന്നു. അവന്റെ സ്വാതന്ത്ര്യത്തിന് വിടുന്നു. അതൊക്കെ ഞാനും ആസ്വദിക്കും, കാരണം ഞാൻ അത്തരം ജോണറുകൾ ആസ്വദിക്കുന്ന ആളാണ്. ഞാൻ അതിൽ പാട്ടുകൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ ആള്, അവന്റെ പേര് കാർത്തിക് എന്നാണ്, കാർത്തിക് ഗോപാൽ എന്നാണ്. ഇപ്പോൾ ആർക്കിടെക്ചർ കഴിഞ്ഞു. സോ ഈസ് ബിക്കം ആൻ ആർക്കിടെക്ട്. പക്ഷെ അറ്റ് ദി സെയിം ടൈം ഹി വാണ്ട്സ് ടു ബി ആൻ ആക്ടർ. അപ്പൊ അതുകൊണ്ട് ആ രീതിയിലാണ് അവൻ ചെറിയ ചെറിയ മോഡലിംഗ് പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതാണെങ്കിലും അവന്റെ ഇഷ്ടം, എല്ലാം അവരുടെ ഇഷ്ടമായിരിക്കട്ടെ. അതിനകത്ത് ഞാൻ ഇടപെട്ട് ഒന്നും പറയാൻ പാടില്ല എന്ന് വിചാരിക്കാറുണ്ട്. മനുഷ്യന് സ്വപ്നം കണ്ടുകൊണ്ടേയിരിക്കണം എന്നാണല്ലോ പറയുന്നത്. സാർ ഇപ്പൊ കാണുന്ന സംഗീതത്തിലുള്ള സ്വപ്നം എന്താണ്? ഇനി എന്താണ് ചെയ്യണം എന്നാണ് മനസ്സിൽ തോന്നുന്നത്? ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിനിമ, അത് ഒരു വലിയൊരു സിനിമയാണ്. അത് ഒരു സംഗീത സ്വപ്നം തന്നെയാണ്. പക്ഷെ അത് റിവീൽ ചെയ്യാൻ ആയിട്ടില്ല. അത് നമ്മുടെ ഇന്ത്യൻ സംഗീതത്തെ ഒരു വേൾഡ് സ്റ്റേജിൽ നമ്മൾ അത് ഷോക്കേസ് ചെയ്യുന്ന രീതിയിലായിരിക്കണം അതിന്റെ ഒരു യാത്ര എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് മ്യൂസിക്കാലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് അൺബിലീവബിൾ ആയിട്ടുള്ള മ്യൂസിക്കാലിറ്റി വേണ്ട ഒരു സംഭവമാണ്. അത് എനിക്ക് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ കരുതുന്നു. അതങ്ങനെ അതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതൊരു സ്വപ്നമാണ്. പിന്നെ എപ്പോഴും എനിക്ക് ഒരു മിഡിൽ ഈസ്റ്റേൺ ഇന്ത്യൻ സംഗീതം ചേർത്തുകൊണ്ടുള്ള ഒരു സിംഫോണിക് ആയിട്ടുള്ള ഒരു മ്യൂസിക് ചെയ്യണം എന്നും, അത് ലൈവായിട്ട് ഒരു വലിയ ഓർക്കസ്ട്ര, രണ്ട് ദേശങ്ങളിലെയും അല്ലെങ്കിൽ പല ദേശങ്ങളിലെയും ആർട്ടിസ്റ്റിനെ അതിൽ കൊണ്ടുവന്നിട്ട് അതങ്ങനെ ഷോക്കേസ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അതെല്ലാം എന്താ പറയാ, അതിന്റെ ബഡ്ജറ്റും അതിനുള്ള കൺസ്ട്രെയിൻസ് ഒക്കെ വളരെ വലുതാണ്. അപ്പൊ അത് സാധിക്കുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പല ആൾക്കാരുമായിട്ട് പല കാലങ്ങളായിട്ട് ഞാൻ സംസാരിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ സജ്ജമാണ് അത് ചെയ്യാനായിട്ട്. അപ്പൊ അങ്ങനെ അതിരിക്കുന്ന അതിനുവേണ്ടിയുള്ള ട്രയൽസ് നടക്കുകയാണെങ്കിൽ നടക്കട്ടെ എന്നുള്ളതാണ്. ചിലത് സ്വപ്നങ്ങളെല്ലാം പൂവിടണം എന്നില്ലല്ലോ, ചിലതൊക്കെ പൂവിടും. അത്തരം സ്വപ്നങ്ങൾ പൂവിട്ടുകൊണ്ടാണല്ലോ ഞാനിപ്പോ സൗമ്യയുടെ മുമ്പിൽ ഇരിക്കുന്നത്. ഞാനാണ് ശരിക്കും ഇത് സ്വപ്നമാണോ എന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. കാരണം ഇത്രയും വലിയൊരാളുടെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുക, ക്വസ്റ്റ്യൻസ് ചോദിക്കുക, അത് സാർ ഇത്രയും സൗമ്യമായി നിന്ന് മറുപടി പറയാന്ന് ആലോചിക്കുമ്പോൾ ഞാനാണിപ്പോ ആലോചിക്കുന്നത് സ്വപ്നമാണോ എന്നുള്ളത് സത്യത്തില്. പക്ഷെ നമ്മളെ ദൈവം കൊണ്ട് നടത്തണു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്, ആശംസയാണ് ഞാൻ വിശ്വസിക്കുന്നത്. സാറ് ഒത്തിരി പാട്ടുകൾ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ അതില് പെട്ടെന്ന് സാറിന്റെ പാട്ടുകളാണ് ചോദിച്ചത്, പെട്ടെന്ന് മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു പാട്ട്, പേഴ്സണലായിട്ട് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ട് ഉണ്ടാവും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു പാട്ട് രണ്ടുപേരും ഒന്ന് മൂളാവും. എനിക്ക് എന്റെ പാട്ടുകളിൽ ഫേവറേറ്റ്സ് ഇല്ല. കാരണം എന്ന് പറഞ്ഞാൽ എന്റെ പാട്ടുകൾ ഞാൻ പാടി നടക്കാറില്ല, മൂളി നടക്കാറ് പോലും ഇല്ല. ചിലപ്പം FM-ലോ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ കേൾക്കാറുണ്ട്. അത് ഞാനല്ല, ചിലപ്പം പ്രിയയോ അല്ലെങ്കിൽ മക്കളോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വെക്കുമ്പോൾ അത് കേൾക്കാറുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ പല പാട്ടുകളും ഓർമ്മയിൽ വരുന്നുണ്ട്. ഫേവറേറ്റ്സ് ഒന്നുമല്ല. മഴയേ തൂമഴയിൽ
വാനം പെയ്യുന്ന പൂങ്കുളിരേ, വാനം പെയ്യുന്ന പൂങ്കുളിരേ, കണ്ടു എന്റെ കാതലി. ഒരു പെട്ടെന്ന് മനസ്സിൽ വന്ന ഒരു പാട്ട് പാടിയിരുന്നു. ഒത്തിരി സന്തോഷം സാറിന്റെ പാട്ടുകൾ കേട്ട്. മലയാളിക്ക് ഇതുവരെ അത് ഭയങ്കര സന്തോഷമാണ് സാറിന്റെ പാട്ടുകൾ കേൾക്കുക എന്ന് പറയുന്നത്. ഇനിയും ഒരു ധാരയായി ഒരു നദി പോലെ അത് ആ പ്രവാഹം ഇനിയും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. സാറിന്റെ കുടുംബത്തിനും എന്റെയും റേഡിയോ ലൈവിന്റെ ഹോൾ ടീമിന്റെയും എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും നേരാണ്. താങ്ക് യു സോ മച്ച്. മാത്രമല്ല ഇത്രയും സമയത്ത് നമ്മുടെ കോൺവെർസേഷൻ ഒരുപാട് ഇഷ്ടത്തോടുകൂടിയാണ് ഞാൻ കണ്ടത്. താങ്ക് യു സോ മച്ച് ടു യു ആൻഡ് ഓൾസോ റേഡിയോ ലൈൻ. താങ്ക് യു സോ മച്ച്. ശ്രീ എൻ ജയചന്ദ്രനുമായുള്ള കോൺവെർസേഷൻ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ലൈം ലൈറ്റ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ലൈം ലൈറ്റിൽ കുറച്ചധികം പാട്ടുകളും വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും വരാം. ദിസ് ഇസ് RJ സൗമ്യ റിതേഷ് സൈനിങ് ഓഫ് ഫ്രം ലൈം ലൈറ്റ് ഓൺലി ഓൺ റേഡിയോ ലൈം. ഇത് ഫ്രഷ്നസ് ഇൻ വേറെ ലെവൽ.